ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലാണ്. നിരവധി ആളുകൾ ഇവിടെ എത്തുകയും അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു പ്ലക്കാർഡുകൾ നിർമ്മിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് ആവശ്യമുള്ള ആളുകൾക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയും. നിലവിൽ നിരവധി ആളുകളാണ് ഇവിടെ നിന്നും ഇത്തരത്തിൽ ഈ പ്ലക്കാർഡുകളൊക്കെ തന്നെയും എഴുതിയിട്ടുള്ള പ്ലക്കാർഡുകൾ എടുക്കുകയും അവരുടെ സമരത്തിനായിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനായിട്ട് ചില കലാകാരന്മാരടക്കം ഇവിടെ ഒരു മേഖലയിൽ ഇരുന്നു കൊണ്ട്, ഈ ജന്തർ മന്ദിറിലെ മേഖലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പ്ലക്കാർഡുകൾ എഴുതുകയും അത് കൃത്യമായിട്ട് തന്നെ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ പ്ലക്കാർഡുകളൊക്കെ തന്നെയും എഴുതിയിരിക്കുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും അടക്കം ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ കാരിക്കേച്ചറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സോനം വാങ്ചുക്ക് പാറ്റകൾ ഒപ്പം നിൽക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാനും പ്രധാനമന്ത്രിയും ഒരുമിച്ച് പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ധർമ്മേന്ദ്ര പ്രധാനെയും പ്രധാനമന്ത്രിയെയും തന്നെയും ഇങ്ങനെ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡൽഹി പോലീസിൻ്റെ നരനായാട്ടിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാരിക്കേച്ചറുകൾ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഈ അധികാരത്തിലേക്ക് കയറിപ്പോവുകയും അതോടൊപ്പം തന്നെ ഈ പാറ്റകൾ താഴെ നിന്ന് സമരം ചെയ്യുന്ന രീതിയിലുള്ള പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി രസകരമായിട്ടുള്ള തരത്തിലുള്ള പ്ലക്കാർഡുകളും ഒക്കെ ഏന്തിയാണ് ഇവിടെ ഈ ആളുകൾ ഈ സമരത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഡൽഹി പോലീസിൻ്റെ നരനായാട്ടുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജബ് ജബ് മോദി ഹട്താ ഹോ, അതായത് മോദി പുറത്തു പോകണം, ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല, അതിനെതിരെയുള്ള പ്രതിഷേധമാക്കിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എഴുതി കൊടുത്താൽ അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ എഴുതി നൽകുകയും ഈ പ്ലക്കാർഡുകളിൽ അടക്കം ഇവിടെ എഴുതി നൽകുകയും ചെയ്യും. भाई साहब, आपका नाम क्या है? योगेश। आप कहाँ से? मैं झारखंड से हूँ। ये सारा प्लकार्ड आपने बना दिया ना? जी। क्या बोलता है ये इसका प्रोटेस्ट के बारे में? प्रोटेस्ट के बारे में देखिए, हमारा जो देश है ना, हमारा देश किससे बनता है? मिट्टी से बनता है, जंगल से बनता है, ज़मीन से बनता है। वहाँ रहने वाले लोग, जानवर, वहाँ की जलवायु, इन सभी चीज़ों से हमारा देश बनता है। और अगर ये सारी चीज़ें अच्छी रहेंगी तो हमारा देश अच्छा रहेगा और हम अच्छे रहेंगे। और इसी में जो है शिक्षा आज के टाइम में हर घर की ज़रूरत है। एक अनपढ़ इंसान को भी जो है शिक्षा का महत्व मालूम होता है, क्योंकि वो उस चीज़ से जूझता है। तो शिक्षा व्यवस्था भारत की सुधरनी चाहिए, पेपर लीक्स रुकने चाहिए और स्कूलों में जो है सांप्रदायिक किताबों को हटाकर जो है विज्ञान से जुड़े हुए चीज़ों को लाना चाहिए, ताकि बच्चों में जो है एक जो सांप्रदायिक पर्दा आ जाता है किताबों को पढ़ के, वो चीज़ हट जाए और जो है वो वैज्ञानिक और तार्किक बने। ये सारा प्लकार्ड ये प्रोटेस्ट वालों का ले सकते हैं? नहीं, ये ले नहीं सकते, क्योंकि मैं इन्हें रोज़ लगा रहा हूँ। रोज़ इन्हें हज़ारों लोग देख रहे हैं और रोज़ इन्हें देख के वो जो है इंस्पायर हो रहे हैं और चीज़ों को समझ रहे हैं कि क्या चल रहा है एक महीने से। तो ये चीज़ें എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അവരുടെ കഴിവുകൾ അത് കൃത്യമായിട്ട് തന്നെ ചിത്രീകരിക്കുകയും അത് പ്രതിഷേധമാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള പ്ലക്കാർഡുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് എടുത്തുകൊണ്ട് പോകാം, അവരുടെ സമ്മതം ചോദിക്കണമെന്ന് മാത്രം. എന്തായാലും നല്ല കൃത്യമായിട്ട് തന്നെ ഇത് ഇവിടെ ഇങ്ങനെ അവതരിപ്പിക്കുകയും നിരവധി ആളുകൾ ഇത് കാണാനും അത് ഉപയോഗിക്കാനും ഒക്കെ തന്നെയും എത്തുകയും ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സമരങ്ങളാണ് നടക്കുന്നത്. ഓരോരുത്തരുടെ കഴിവുകൾ അവർ ഇവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ടീം മീഡിയ 1.